അല്ല പറഞ്ഞോ. 2255 അല്ലേ എപ്പോഴും ഫോൺ നമ്പർ? ആരുടെ? അല്ല ഒന്നുമില്ല. കണക്ഷൻ കൊടുക്കണ്ടേ? കൊടുത്തു. അല്ല എന്റെ ഒരു ഇവിടെ മറന്നുപോയി. ഇല്ല കിട്ടി. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. നിന്റെ നമ്പർ ചോദിക്കൽ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ ഈ സ്റ്റൂളിന്റെ വെളിയിൽ നിന്ന് നിൽക്കുമെന്ന്. അയ്യോ എന്റെ കാലൊടുക്കി. ഇനി അധ്യക്ഷ പ്രസംഗം നടക്കില്ല. കാലല്ലേ ഒളിക്കിയത്, നാമല്ലല്ലോ. അപ്പൊ അധ്യക്ഷ പ്രസംഗം നടത്താം. എന്താ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാ? അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷ പ്രസംഗം. അയ്യോ അധ്യക്ഷ പ്രസംഗം എനിക്ക് പറ്റത്തില്ല. മൃണു, സ്ത്രീ ശാക്തീകരണം. പ്രസിഡന്റ് കിട്ടി, പ്രസിഡന്റ് കിട്ടി കിട്ടി. ടീബോയ് മാത്രല്ല, നോക്കിയേ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. എന്തൊരു മൊഞ്ച കാണാൻ. സൽമാനെ പോലെ ഉണ്ട്. രണ്ട് കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീണത് പോരെ. പൊക്കോളൂ, അധികം നിക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല. ഇല്ല. അത് ഈ കല്ലാസിലുണ്ട്. കല്ലാസോ? കാണാതെ പറയണം. ദൈവം കാണാതെ പറയണം. സ്വാഗതം പറയാനായി ശ്രീമതി സുസമ്മയെ ക്ഷണിച്ചോളൂ. സുസമ്മ അല്ലടി, സുഷമ്മ. പറ. അതല്ല, സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷ, മറ്റു വിവിധ തത്വങ്ങളെ. ഈ തത്വങ്ങളോ വാവിട്ട് പോയതാ, കൈവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തന്റെ വ്യക്തിത്വങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കെന്റെ നന്ദി നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. എനിക്കിനി അത് പറ്റില്ല, അത് രണ്ട് പെറ്റതാണ്. അതല്ല, പ്രസംഗിക്കാനാണ് വിളിച്ചത്. അതാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അധ്യക്ഷ പ്രസംഗിക്കാൻ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രകടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാ അകർച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പെണ്ണുങ്ങൾ എന്തൊക്കെ പറയുന്നേ? നിഷേധ് പാർട്ടി ക്ലാസ്സിൽ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ. എന്ത് പറയാനാ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ഈശ്വര, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആരും തട്ടിക്കൊണ്ടു പോകരുത്, അത് സ്ത്രീത്വത്തിനെതിരാണ്. ഹലോ. ഗസ്റ്റ് വരാൻ വൈകും. കുറച്ച് വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. വലിച്ചാൽ ഞാൻ പൊട്ടിപ്പോകും. എനിക്ക് വയ്യ. കുറച്ചു നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്പലത്തിൽ വെച്ചൊക്കെ
ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ, പേര് പറ. എന്റെ പേര് മൃണാളിനി. നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. അതായത് ഒരു കശപിശ എന്നുള്ള പേര് എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഒരു പാട്ടാണ്. മതി. അടുത്തതായി ചിമ്മിനിയുടെ തനി നാടൻ പാട്ട്. ഞാൻ പോയി പാട്ടാ പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളൂ. അപ്പൊ പാടുന്നു. അയ്യോ, ഉദ്ഘാടനം കൗൺസിൽ ചെയ്യാൻ വന്നു. അല്ല, കൗൺസിലർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. നമസ്കാരം. ഞാനൊരു അല്പം താമസിച്ചു പോയി. ഇതെന്താ വീണ് കിടക്കുന്നത്? ഞാൻ JCB വിളിക്കാം. അന്ന പിന്നെ അവിടെ കിടക്കാം. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി 2 വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ 2 തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കണം. എന്ത് നല്ലൊരു മനുഷ്യനല്ലടി. ശരിയാ. എന്തായാലും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തൊരു ജോലിയിലായിരിക്കും എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിട്ടത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരാ അല്ലേ? ഞാൻ അങ്ങോട്ട് വാരക്കടിയെ കാണിച്ചുതരാം. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. എടികടി ആണുങ്ങളോട് നീ കളിക്കരുത്. ഉണ്ടോ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ മുടക്കുന്നത് വെക്കടി പോണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഏരിയ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അയ്യോ